ഞാനിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞാൽ മാഞ്ഞാലിയാണ്. ഈ മാഞ്ഞാലി കറക്റ്റ് ഇത് പറവൂരല്ലേ? പറവൂർ എങ്ങോട്ടുള്ള റൂട്ടത്? അങ്കമാലി. പറവൂർ അങ്കമാലി റൂട്ടാണിത്. ഏകദേശം കറക്റ്റ് സ്ഥലം എസ് എൻ ജിസ്റ്റ് സ്കൂൾ ഓഫ് ടെക്നോളജി, അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ എന്താ പറയുക, ഇത് ശരിക്കും ഓൾറെഡി തന്നെ ഒരു ബിരിയാണി സെൻറ്റേഴ്സിൻ്റെ കേന്ദ്രമാണ്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുമുണ്ട്. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട്, ഇന്നും ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മളൊരു വെറൈറ്റി ആയിട്ട്, സാധാരണ ഹോട്ടലിലല്ലേ പോണത്, ഇപ്രാവശ്യം നമ്മൾ ഹോട്ടലിൽ പോകാണ്ട് നമ്മൾ ദിവസവും കഴിക്കണ, നമസ്കാരം, അപ്പോൾ ദിവസവും കഴിക്കണ മിക്സറും ബാക്കിയെല്ലാം മിക്സർ അതുപോലെ ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നു ഇതൊന്നും നമുക്കറിയില്ല. ഇവിടെ നല്ല ഇവിടെ നിറച്ച് എന്താ പറയുക കുടിൽ വ്യവസായങ്ങളുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. നിറച്ച് മിക്സർ ആയാലും ഹലുവ ആയാലും അങ്ങനെ പല 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 ബേക്കറി ഐറ്റംസ് കിട്ടും. അപ്പോൾ ഇന്നും അടുത്ത എപ്പിസോഡുമായിട്ട് നമ്മൾ ഇതൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇനി എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോവാം അല്ലേ? അപ്പോൾ പോട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുടിൽ വ്യവസായത്തിന് മുമ്പിലാണ്. ഇവിടെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഡുവും ജിലേബിയാണ്. അപ്പോൾ ലഡു ജിലേബി ഉണ്ടാക്കാനുള്ള നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഉള്ളിലോട്ട് കയറി. അവിടെ വീടും ഇവിടെ പണിയുന്ന സ്ഥലമല്ലേ. നമസ്കാരം അക്കാ. വിഷ്ണു. ഇക്കയുടെ പേര്? ബഷീർ. അബ്ദുൽ ബഷീർ. ഇപ്പോൾ അബ്ദുൽ ബഷീർ ഇക്കയുടെയാണല്ലേ? എത്ര നാളായി നമ്മൾ തുടങ്ങിയിട്ട്? ഞാനിതിപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ആദ്യം ഉണ്ടായിരുന്നു കുറച്ച് നാൾ. അതിനുശേഷം ഞാൻ പ്രവാസിയായിരുന്നു. 10-20 വർഷം ഗൾഫിലായിരുന്നു. അതിനുശേഷം വന്നിട്ട് രണ്ടാമത് തുടങ്ങിയാണ്. ഇപ്പം തുടങ്ങിയിട്ട് ഒരു കൂടിയാന്നൊരു 4-5 മാസമായിട്ടുള്ളൂ. 5 മാസമായിട്ടുള്ളൂ. ഇവിടെ നിറച്ച് കുടിൽ വ്യവസായമല്ല നിറച്ച്. ഇവിടെ ഇഷ്ടംപോലെ കുടിൽ വ്യവസായമാണ്. എൻ്റെ ചെറുപ്പം മുതൽ ഇവിടെ കുടിൽ വ്യവസായമായിരുന്നു. നമ്മുടെ ബേക്കറി ഐറ്റംസിൽ കൂടുതലും മിക്കതും മാഞ്ഞാലിയിൽ നിന്ന് തന്നെ വരുന്നത്. കൂടുതൽ അലുവയാണ്. പിന്നെ ഇപ്പോൾ ബിരിയാണി ഉണ്ട്. പിന്നെ മറ്റു ഐറ്റംസ് ഉണ്ട്. അച്ചാറുകൾ, പല സൈസ് അച്ചാറുകൾ ഇവിടുന്ന് ഉണ്ടാക്കുന്നത് തന്നെ കിട്ടും. ഭക്ഷണം എല്ലാ സാധനങ്ങളും കിട്ടും. അതായത് ഒരു മധുരം മാഞ്ഞാലി എന്ന് പറയാം ചുരുക്കം പറഞ്ഞാൽ ഇവിടെ. കാരണം ഇവിടെ മധുരമായിട്ട് പല പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അരിയുണ്ട, എള്ളുണ്ട, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മുടെ മെയിനായിട്ട് എന്തൊക്കെയാണ്? ലഡുവും. ഞാനിപ്പോൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് അലുവ, ലഡു, ജിലേബി. പിന്നെ ചിപ്സ് മിച്ചർ ഇതെല്ലാം ചെയ്യാനുള്ള ഇത് സൗകര്യമായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. അതിൻ്റെ പേരിൽ ഇങ്ങനെ സ്ലോ ആക്കിയേക്കാണ്. എന്തൊക്കെ തരം ലഡുകളാണ് അവിടെ? സാധാ ലഡു. പിന്നെ മറ്റുള്ള സാധനങ്ങൾ അതിനെപ്പറ്റി എൻ്റെ ഉണ്ടാക്കുന്ന ആളുണ്ട്. ചേട്ടനായിരിക്കും. ചില പേര് സത്യൻ. അപ്പോൾ സത്യൻ ചേട്ടനാണ്. അപ്പോൾ സത്യൻ ചേട്ടനാണല്ലോ ഉണ്ടാക്കുന്നത്. എത്ര നാളായി ഏട്ടാ? 20 വർഷം കൂടുതൽ നമ്മുടെ ലഡുവൊക്കെ തന്നെ മെയിനായിട്ട് പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കും, ബേക്കറി ഐറ്റംസും എല്ലാം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് നമ്മുടെ ലഡു അല്ല ആദ്യം ലഡുവാണ് തുടങ്ങാം. ലഡു കളർ കണ്ടിട്ടാണ് പറഞ്ഞത്. ആയിരിക്കുമല്ലോ, കാരണം മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, കടലമാവാണല്ലോ. കടലമാവാണ് അത്. ലഡുവിനും കടലമാവായിരിക്കും. അല്ല, കടലമാവ് തന്നെ എല്ലാ ലഡുവിനും. പിന്നെ ഇത് വെച്ചാൽ മുന്തിയ തരം കടലമാവാണ് അത്. മുന്തിയ തരം കടലമാവാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇതിപ്പോൾ ഇതിൽ വെള്ളമൊഴിച്ച് ഇത് കലക്കും. മിക്സ് ചെയ്തിട്ട് എണ്ണ നല്ലൊരു വലിയ അടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ചീനച്ചട്ടി, അതിനകത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വിറകിലാണ്. എന്താ വിറകാകുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടാകും. വിറകില് ഗ്യാസിനെ സംബന്ധിച്ച് ആൾക്കാർ നേരെ തിരിച്ചാ പറയാം, ഗ്യാസ് ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അല്ല, നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ ഇപ്പോൾ ഈ സൈസ് അടുപ്പ് പണിയുമ്പോൾ നമുക്ക് ₹1 കിലോ എത്തുമ്പോൾ ₹1 ചെലവ് വരികയാണെങ്കിൽ ഇത് 50 പൈസ വിറക് ഇതിനാവുള്ളൂ. ആ സിസ്റ്റമാണ് ഇപ്പോൾ അടുപ്പ് പണിതേക്കണത്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ വഴിയില്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ആദ്യം കോയമ്പത്തൂർ പണിതിരുന്ന സമയത്ത് അവിടുത്തെ മെത്തേഡ് ഉണ്ടാക്കിയതാണ്. അവിടുത്തെ മെത്തേഡിലാണ് കാണാൻ. എല്ലാ അടുപ്പൊക്കെ ഒരുപോലെ ഇരിക്കുമെങ്കിലും ഓരോന്നിനും ഓരോ മെത്തേഡുണ്ട്. അതിൻ്റെ ഉള്ളിൽ നെറ്റ് ഇട്ടിട്ട് ചാരം താഴെ വീഴാനുള്ളതും നമുക്ക് പുക ഇത് ചൂടൊന്നും അടിക്കൂല. എല്ലാം ആ കുഴലൊരു പോകില്ല. കാരണം വെച്ചാൽ പണിയുന്ന ആൾക്ക് ക്ഷീണം സംഭവിക്കൂല. അതാണ് കണ്ടിരിക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുഴക്കാം. അപ്പോൾ കടലമാവിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണല്ലേ. ഇവിടെ സാധാ ലഡു തന്നെയാണ് മെയിനായിട്ട്. സാധാ ലഡു ആണ് ഉണ്ടാക്കാൻ. കൂടുതൽ ചിലവ് അതാണോ? അല്ല, കൂടുതൽ ചിലവ് അത് തന്നെ. പിന്നെ നമ്മൾ ഫീൽഡ് ഒന്നും വികസിപ്പിക്കണമെങ്കിൽ കുറച്ചുകൂടി ഇത്തിരി ബേസ് ഉണ്ടാക്കണമല്ലോ. അതൊരു ഫൗണ്ടേഷൻ പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കടലമാവ് നന്നായിട്ട് വെള്ളത്തിൽ കലക്കുകയാണ്. ഇത് ശരിക്കും കലങ്ങണോ അതോ കുഴമ്പ് രൂപത്തിലായി? കുഴമ്പാവണം. കുഴമ്പ് രൂപത്തിലാവണം. നമ്മുടെ ഫാമിലി എങ്ങനെയാണ്?
ഫാമിലി എനിക്ക് ഭാര്യയും 2 മക്കളും. 2 മക്കൾ. ആൺകുട്ടി വിവാഹം കഴിഞ്ഞ് പെൺകുട്ടീനെ വിവാഹം കഴിച്ചു കൊടുത്ത് അവർക്കും 2 കുട്ടികളുണ്ട്. മകനിപ്പോൾ എൻ്റെ കൂടെ കുറച്ച് സഹായിക്കാണ്ട്, അത് കൂടാതെ ജോലിക്കും പോകുന്നുണ്ട്. ഇപ്പം എല്ലാവരും വെൽ സെറ്റിൽഡ് ആയിട്ട് പിള്ളേരെ ശബ്ദമൊക്കെ അവരുടെ മക്കളൊക്കെ ഇങ്ങനെ പുറകിലൊപ്പുണ്ട്. അപ്പം എല്ലാം പിന്നെ എൻ്റെ തറവാട് അതാണ്, ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ് തറവാട്. ഞങ്ങൾ 5 ജ്യേഷ്ഠന്മാരുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കളിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ചായ തന്നിട്ടുണ്ട്, ഞാൻ കുടിച്ചോണ്ടിരിക്കുക. നല്ല കുഴമ്പൊരു ഇതാവണം, അതിൽ കട്ട പാടില്ല. ഇതിനകത്ത് കള്ളമാവ് അങ്ങനെ കട്ടി പിടിച്ച് നിൽക്കാൻ പാടില്ല, കട്ടാവട്ടെ പാടില്ല ശരിക്കും. അതിൻ്റെ അരിപ്പയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് വീഴണം, എന്നാലേ അതിൻ്റെ മണി കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ മണിയാക്കണമല്ലോ, മണിയാക്കിയെടുത്ത് അങ്ങനെയാണ്. അതും കള്ളമാവ് ചെറിയ മണിയാക്കിയിട്ടാണ് പിന്നെ ലഡുവാക്കുന്നത്. പിന്നെ അത് പഞ്ചസാര ഇതാക്കിയിട്ട് അതിലേക്ക്. അപ്പം എന്നാലും നമ്മളെടുത്ത് അടുപ്പിലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ അടുപ്പിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. കണ്ടോ എത്ര വലിയ അടുപ്പാണ്. അതിനകത്ത് നമ്മൾ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി അതിനകത്തോട്ട് നമ്മുടെ കടലമാവ്, കലക്കി വെച്ച കടലമാവ്, ചെറിയ ഹോൾസുള്ള അരിപ്പയെന്ന് പറയാം, അരിച്ചു കൊടുക്കുക. അതും വെച്ച് അത് ഒരു കൈലിയാണ്. ആ കൈലിലോട്ട് കൂടി അങ്ങ് ഇട്ടു. അത് ചെറിയ മണി പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ ഡ്രോപ്സായിട്ട്. അപ്പോൾ ആ ഒരു ഡ്രോപ്സാണല്ലോ ശരിക്കും ഒരു തരിയ ഇതാവുന്ന ഉണ്ണിലിടുവെന്നല്ലേ ഇത്? അല്ല, ഇത് പഞ്ചായത്തുമ്പോൾ ഉണ്ണിലിടുവാണ്. കള്ളമാവ് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. പൊരിച്ചിട്ട് അതിൻ്റെ ഒരു പാകമാകുമ്പോൾ കോരെടുക്കും. എന്നിട്ട് അത് പഞ്ചസാര ഉരുക്കിയിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്യാനാണ്. അത് മീഡിയം ചൂടിൽ നമ്മൾ പിടിച്ചെടുക്കും. അപ്പോൾ വീണ്ടും ഇത് മൊത്തം കിണ്ണം നിറച്ച് ഇത് ഓരോ ദിവസവും ഇത്രയൊക്കെ തന്നെ ഉണ്ടാക്കുമോ നമ്മൾ? എല്ലാ ദിവസവും പോവല്ലേ? ഇദ്ദേഹമാണ് നമ്മുടെ മകനല്ലേ? ഒന്നിങ്ങോട്ട് വരാവോ? പേരെന്താ? ഇക്ബാൽ. അപ്പോൾ ഇക്ബാലിക്കാണ് നമ്മുടെ ബഷീർക്കട മകനാണ്. ബഷീർക്കയുടെ മകനാണ്. എന്തായാലും നോക്കട്ടെ. അത് വീണ്ടും ഇട്ടു നമ്മൾ. ഇത് മൊത്തം ഇതുപോലെ അടിച്ചെടുക്കും അല്ലേ? ഇതെല്ലാം നമ്മൾ അങ്ങ് പൊരിച്ച് എടുത്ത് വാങ്ങിക്കും. അപ്പോൾ അവിടെ പഞ്ചസാര റെഡി ആക്കിയിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളവിടെ പഞ്ചസാര ഇട്ടിട്ടുണ്ട് വലിയ ഇതിൽ ചീനച്ചട്ടിയിൽ. അത് ഉരുക്കി ലായനിയാക്കും, പാനിയാക്കും അല്ലേ? അപ്പോൾ അടുത്ത വീണ്ടും ഇങ്ങനെ മണികൾ പൊരിച്ച് കോരാൻ വേണ്ടി അടുത്ത മാവ് അങ്ങ് ഇടുകയാണ്. അപ്പോൾ എന്തായാലും ചേട്ടാ ഇത് ഇവിടെ നടക്കട്ടെ. നമ്മുടെ ഇക്ക അവിടെ പാനി, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ പാനിയല്ല, ലായനിയും പാനിയും കൂടി മിക്സ് ആയതാ പാനി, സോറി. പാനി അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട് വലിയ ചീനച്ചട്ടി. നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോവാം. അപ്പോൾ അത് കാണട്ടെ. അപ്പോൾ ഇവിടെ ഒരു തറയിൽ തന്നെ താഴത്ത് നല്ലൊരു അടുപ്പുണ്ട്, അതിനകത്ത് വലിയ ചീനച്ചട്ടി ഉണ്ട്, അതിനകത്ത് പഞ്ചസാര ഉണ്ട്. ഇക്ക അതിനകത്ത് എന്താ ഒഴിച്ചേക്കണത്? നമ്മൾ പഞ്ചസാരയുടെ മുകളിൽ വെള്ളം ഒഴിച്ചേക്കണത്. അപ്പോൾ ഇനി അത് ഉരുകി വരണോ അല്ലേ? കറക്റ്റായിട്ട് ഇത് ഏകദേശം എത്ര നേരം പിടിക്കും? 1/4 മണിക്കൂർ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ വേണം ഈ നമ്മുടെ പഞ്ചസാര ലായനി ആവാൻ, ഉരുക്കി പാവായി വരാൻ. അപ്പോൾ എന്തായാലും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പഞ്ചസാര ഉണ്ട്, അടുപ്പ് അടിയിൽ തീയും കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഇളക്കിയൊക്കെ ആയിരിക്കുമല്ലേ, ചൂടായി വരുമ്പോൾ ഇളക്കി അങ്ങ് ശരിക്കും ഉരുക്കിയെടുക്കും. അപ്പോൾ എന്തായാലും ഉരുക്കിയെടുക്കും. ഇതൊക്കെ ഒന്ന് കത്തി ശരിക്കും ഒന്ന് ഇത് ചൂടായി വരട്ടെ. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.